ഇതെന്തോറ്റി? എന്തോ വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ. എന്തു പറ്റി ചേച്ചി? ഞാൻ വന്നതുപോലും അറിഞ്ഞില്ലല്ലോ. ഈ ലോകത്തൊന്നും അല്ലേ? അതോ ചൂടുകൂടി പനി പിടിച്ച് ബോധം കെട്ടുള്ള നിൽപ്പാണോ ഇത്? ഏയ്, പനിയും ചൂടും അസുഖമൊന്നും അല്ലടാ. മനസ്സിനെന്തോ വല്ലാത്തൊരു വിഷമം, ഒരുതരം മരവിപ്പ് പോലെ. അതെന്തൂറ്റി ഇപ്പൊ മനസ്സിന് മരവിപ്പ് വരാൻ? ആരെങ്കിലും ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ? അതോ തൃശ്ശംബരത്തെന്ന് മേഡം ഗെറ്റൗട്ട് അടിച്ചതാണോ കാര്യം? ഒരുതരം ഗെറ്റൗട്ടടി തന്നെ ഇത്. ഇനി മുതൽ ഞാൻ പാചകം ചെയ്യണ്ടെന്ന് മാഡം പറഞ്ഞു. കിച്ചണിൽ കേറണ്ടെന്ന്. അതെന്തൂറ്റി? ചേച്ചി പാചകം ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പം വന്നോ? ഉപ്പോ പഞ്ചസാരയോ മറ്റോ കൂടിയിട്ട്? ഏയ്, പാചകത്തിനൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചില്ല. മാഡം എന്നെ വിളിപ്പിച്ചിട്ട് പാചകത്തിന്റെയും ബ്രാൻഡ് അംബാസിഡറിന്റെയും പണി ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ മുതൽ ബ്രാൻഡ് അംബാസിഡറിന്റെ പണി മാത്രം ചെയ്താൽ മതി എന്നാ പുതിയ ഓർഡർ. കിച്ചണിൽ ഞാൻ ഔട്ടായി. അയ്യടാ, അത് കൊള്ളാം. ചേച്ചിക്ക് തലയ്ക്ക് ഭ്രാന്തൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുന്നോണ്ട് ചോദിച്ചതാ. എന്റെ ചേച്ചിക്ക് പ്രമോഷനല്ലേ കിട്ടിയത്? ഇതിന്റെ കാര്യത്തിൽ അടിച്ച് പൊളിക്കാ വേണ്ടത്. സങ്കടവും മരയിപ്പൊന്നുമല്ല. എന്തോന്ന് അടിച്ചുപൊളി. നിനക്ക് ഈ ചേച്ചിയുടെ മനസ്സറിയാത്തോണ്ടാ. ഓ, എനിക്ക് ഈ ബ്രാൻഡ് അംബാസിഡർ ജോലിയേക്കാളൊക്കെ പാചകക്കാരുടെ ജോലി അനിയൻകുട്ടാ ഇഷ്ടം. മാഡത്തിനും സാറിനും വല്യുഞ്ഞിനും അനിയൻകുഞ്ഞിനും ഒക്കെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കുമ്പോ എന്ത് സന്തോഷാണെന്നറിയോ എനിക്ക്. അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാ. ദാസേട്ടാ, ആരും ഇല്ലേ ഇവിടെ? ദാസേട്ടാ, അടുക്കള പണി എന്ന് പറഞ്ഞാ അത്രയ്ക്ക് രസമുള്ള പണിയാണോ? ഈ ചേച്ചി പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ, എന്തിനാ ഇവിടെ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത്? ആരെങ്കിലും വിളിച്ചറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അതെ, തൃച്ചംബരത്തെ രണ്ടാമത്തെ മരുമകളായ ഈ തൃച്ചംബരത്ത് വിലാസിനിയും അതേ തൃച്ചംബരത്തിൽ മൂത്ത മരുമകളായി വന്നു കയറാൻ പോകുന്ന പ്രിയങ്കയും കൂടി ഇവിടെ ഈ ഡ്രൈവറുടെ ഗസ്റ്റ് ഹൗസ് തേടിപ്പിടിച്ചു വരണമെങ്കിലേ ദാസേട്ടൻ സ്വയം മനസ്സിലാക്കണം വിഷയം എത്ര സീരിയസ് ആണെന്ന്. തൃച്ചംബരത്തെ രണ്ടാമത്തെ മരുമകളായ ഈ തൃച്ചംബരത്ത് വിലാസിനിയും അതേ തൃച്ചംബരത്തിൽ മൂത്ത മരുമകളായി വന്നു കയറാൻ പോകുന്ന പ്രിയങ്കയും കൂടി ഇവിടെ ഈ ഡ്രൈവറുടെ ഗസ്റ്റ് ഹൗസ് തേടിപ്പിടിച്ചു വരണമെങ്കിലേ ദാസേട്ടൻ സ്വയം മനസ്സിലാക്കണം വിഷയം എത്ര സീരിയസ് ആണെന്ന്. മാഡം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ പറയുന്നേ? എന്താ ഇപ്പൊ അത്ര സീരിയസ് വിഷയം? വണ്ടിക്ക് വല്ല കംപ്ലൈന്റ് ആണോ? വണ്ടിയുടെ കംപ്ലൈന്റ് ഒക്കെ എത്ര നിസ്സാരം. ഇപ്പൊ ഞങ്ങള് പറയാൻ പോകുന്ന കാര്യം അഖിലാന്റിയുടെ കാതിലെത്തിയാലേ അന്ന് കല്യാണിയുടെ ശവം അടക്കാം. പച്ചയ്ക്ക് കത്തിക്കും ആന്റി ഇവളെ. അതെ, സത്യം അറിയുന്ന അടുത്ത നിമിഷം അഖിലേച്ചി കല്യാണിയെ കൊന്നു കുഴിച്ചു മൂടും.
അത്രയ്ക്ക് വലിയ സംഭവമല്ലേ നടന്നിരിക്കുന്നെ. മാഡം വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ആദ്യം ഇവൾ എന്താ ചെയ്തെന്ന് പറയൂ. പറയാം. അതിനു മുൻപ് ആ നവഗ്രഹ പൂജയ്ക്ക് ഇവൾ ആനന്ദിന്റെ അരികിൽ ഇരുന്നപ്പോഴേ അഖിലേച്ചി കാണിച്ചു കൂട്ടിയ ലഹളയൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ. മോൾ അന്ന് വന്ന് പറഞ്ഞില്ലേ നടന്ന കാര്യങ്ങള്? ജസ്റ്റ് ഒന്ന് ഓർത്തു നോക്ക എന്താണെന്ന്. എഴുന്നേക്കടി. എന്റെ മകന്റെ മുന്നിലിരിക്കാനുള്ള ധൈര്യം എവിടുന്ന് വന്നു നിനക്ക്? പാചകക്കാരുടെ ലിമിറ്റിനകത്ത് വേണം നടക്കാനെന്ന് ഞാൻ പറഞ്ഞത് നീ മറന്നോ? നവഗ്രഹ പൂജയ്ക്ക് പോലും അടുക്കളക്കാരി ആനന്ദിനൊപ്പം ഇരുന്നത് സഹിക്കാനാകാത്ത അഖിലാണ്ടേശ്വരി ഇനി അറിയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? കോടീശ്വരനായ സ്വന്തം മകൻ ആനന്ദ് കൃഷ്ണൻ വീട്ടിലെ അടുക്കളക്കാരിയുടെ ഭർത്താവായെന്ന് കഴുത്തിൽ താലി കെട്ടിയിട്ട്. നിങ്ങൾക്കെന്താ ഒരു ഭാവമാറ്റം ഇല്ലാത്ത? സ്വന്തം മോളെ ഒരുത്തൻ താലി കെട്ടിന്ന്, അതും നിങ്ങൾ അറിയാതെ. സോറി മാഡം, ഇത് ഞാൻ അറിഞ്ഞതാ. അത് വെറും ഡെമോ കല്യാണല്ലേ, ബിസിനസിന് വേണ്ടിയിട്ട്. പിന്നെ വലിയ കുഞ്ഞു അനിയ കുഞ്ഞു ഒരുപാട് നിർബന്ധിച്ചിട്ടാ ഇവളതിനെ സമ്മതിച്ചത്. ഇവളെല്ലാം എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിരിക്കുകയാണല്ലേ. കൊള്ളാം. ഒന്നും അറിയാത്തത് പാവം എന്റെ അഖിലേച്ചി മാത്രം. അതെ, കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാ ആന്റി. പക്ഷെ എനിക്ക് ഉറപ്പാ, അഖിലാന്റി ഇത് അറിഞ്ഞാലേ വിശ്വസ്തനായ ഡ്രൈവർക്കും വിധിക്കും ശിക്ഷ. വെറും ശിക്ഷയല്ല, വധശിക്ഷ തന്നെ. അത് കറക്റ്റ്. പക്ഷേ എനിക്ക് അതിശയം മറ്റൊന്നാ. ഈ ദാസേട്ടൻ എന്ന് പറഞ്ഞ അഖിലേച്ചിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണെന്നേ. പിന്നെന്താപ്പാ ഈ കാര്യം മാത്രം അഖിലേച്ചിയെ മറച്ചത്? ഹലോ ദാസേട്ടാ, അഖിലേച്ചി അന്നം മാത്രമല്ല, വേണ്ടപ്പെട്ടവർക്ക് രക്തവും നൽകുന്നവളാ. അത് മറന്നുപോയി നിങ്ങളല്ലേ? കഷ്ടാണല്ലോ. എന്ത് കഷ്ടം ആന്റി. എത്ര വിശ്വസ്തനാണെന്ന് പറഞ്ഞാലും അതിനേക്കാളും വലുതാ സ്വന്തം ജീവനും സ്വന്തം രക്തത്തിൽ പിറന്ന മകളും. അതുകൊണ്ടാ 25 വർഷത്തെ വിശ്വസ്തൻ എല്ലാം അറിഞ്ഞിട്ടും അഖിലാന്റി അറിയാതെ സ്വന്തം മകളുടെ തെറ്റ് മറച്ചു വെച്ചത്. പിന്നെ മനുഷ്യനല്ലേ, പറയാൻ പറ്റില്ലല്ലോ. നാളെ ഈ വിവരം വെച്ച് അഖിലാന്റിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും വകുപ്പുണ്ട്. മോൾക്കും അതുകൊണ്ട് ഉപകാരമല്ലേ ഉണ്ടാവൂ? എന്താ അങ്ങനെ ആയിക്കൂടെ ആന്റി? ആന്റിക്ക് എന്ത് തോന്നുന്നു? എന്തു തോന്നാൻ? ഇന്നലെ വരെ ദാസേട്ടാന്ന് വിളിച്ച ഇയാളുടെ മനസ്സില് ഇത്ര വിഷമാണെന്ന് ഞാൻ അറിഞ്ഞോ? ഓഹോ, ഭയങ്കരം തന്നെ. വാ. എങ്ങോട്ടാ അച്ഛാ? മിണ്ടരുത്, വരാനാ പറഞ്ഞത്. വരാൻ. അച്ഛാ, അച്ഛാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വെരി ഗുഡ്. നീ കൃത്യ നമ്പരായി ഇറക്കിയത്.
ഇനി എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ലൈവായിട്ട് പോയി കാണാം. കമോൺ. അത് ശരി, ഞാൻ എന്തായാലും അങ്ങോട്ട് വിളിച്ചേക്കാം. ഓക്കെ. ഹായ് ഗൈസ്. ഡാ കുറെ നാളായി നീ ഇങ്ങനെ കുത്തി കളിച്ചോണ്ടിരിക്കുകയാണല്ലോ. ചെൽമേ, നീ എന്നു മുതലാ ഓഫീസിൽ പോയി തുടങ്ങുന്നേ? അമ്മ പ്ലീസ്, ഇവിടെ നിശ്ചയങ്ങളൊന്ന് കഴിഞ്ഞോട്ടെ. അതിന് ഇനി അധികം സമയമൊന്നുമില്ലല്ലോ. പ്ലീസ് അമ്മേ. നോക്കി കൊല്ലൊന്നും വേണ്ട. ഇതാണ് ഞാൻ ഈ വീട്ടിലിരിക്കാത്തത്. കുറച്ചു നേരം വീട്ടിലിരിക്കാന്ന് വെച്ചാ അപ്പൊ തുടങ്ങും ഓഫീസ് പോകുന്നില്ലേ. ഒരു ഓഫീസ് പക്ഷെ അത് എന്തൊരു ബോറ ഏർപ്പാടാണിത്. പാടിവിടെ എന്തു പറ്റി ദാസേട്ടാ? എന്തിനാ ഇവിടെ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടുവരുന്നത്? മാഡം എന്നോട് പൊറുക്കണം. ഇത്രയും നാളും എനിക്കൊരു രഹസ്യം മാഡത്തിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വന്നു. ഇനിയും എനിക്കതിന് പറ്റില്ല. രഹസ്യം മറച്ചു വെച്ചെന്നോ? ദാസേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? എന്റെ ദാസേട്ടാ, മറച്ചു വെക്കാനുള്ളതിനെയാ നമ്മള് രഹസ്യം ഒന്ന് പറയുന്നത് തന്നെ. എന്താ ദാസേട്ടന്റെ പ്രശ്നം, അത് പറ. അതല്ല മാഡം, അന്ന് നവഗ്രഹ പൂജയ്ക്ക് വല്യ കുഞ്ഞിനോടൊപ്പം കല്യാണം ഇരുന്നത് സഹിക്കാൻ പറ്റാത്ത ആളാ മാഡം. അതുകൊണ്ട് ഞാൻ തുറന്നു പറയാം മാഡം, നമ്മൾ ആരും അറിയാതെ കല്യാണി വല്യ കുഞ്ഞിന്റെ മുമ്പിൽ താലി കെട്ടാൻ തലകുനിച്ചു കൊടുത്തിരിക്കുക. ദാസേട്ടൻ എന്ത് അസംബന്ധം ഈ പറയുന്നേ? കല്യാണിയുടെ കഴുത്തില് ആനന്ദ് താലി കെട്ടിയെന്നോ? അതെ മാഡം. ആനന്ദേ, ദാസേട്ടൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? സത്യമാണോ ഇത്? ഡിഡ് യു ഡു ദാറ്റ്? ചോദിച്ചത് കേട്ടില്ലേ? സത്യമാണോന്ന്? സത്യമാണമ്മേ. അന്നത്തെ ഡെമോ കല്യാണത്തിന് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതമ്മേ, ഡെമോ കല്യാണത്തിൻ്റെ അന്ന് കല്യാണ സമയത്ത് രാജുവിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ കാണാൻ വന്നിരുന്ന ഫോറിനേഴ്സൊക്കെ നിർബന്ധിച്ചപ്പോൾ മറ്റൊരു വഴിയില്ലാതെ ബ്രോ ചെയ്തു പോയതാ. കല്യാണി ഇതൊരിക്കലും സമ്മതിക്കില്ലെന്ന് വാശി പിടിച്ചു നിന്നു. ബ്രോയ്ക്കും താല്പര്യമില്ലായിരുന്നു കല്യാണ ചെറുക്കൻ്റെ വേഷം കെട്ടാൻ. പക്ഷെ ഞാനാ നിർബന്ധിച്ച്. ആ ക്രിട്ടിക്കൽ സമയത്ത് ഞാൻ അമ്മയെ വിളിച്ചിരുന്നു. പക്ഷെ കമലയാ ഫോൺ എടുത്തത്. അമ്മ 2 മണിക്കൂർ റെസ്റ്റിലാണ്. ആര് ഫോൺ വിളിച്ചാലും കൊടുക്കണ്ടെന്ന് പറഞ്ഞു എന്ന് കമല സൂചിപ്പിച്ചു. ഡൊണാൾഡിന്റെ ബോസ് ഉൾപ്പെടെ ഫോറിനേഴ്സിന്റെ വല്ലാത്തൊരു പ്രഷർ ഉണ്ടായിരുന്നമ്മേ. അപ്പം ഞാൻ നോക്കിയിട്ട് മറ്റു വഴിയൊന്നും ഇല്ലായിരുന്നു. അരവിന്ദിന്റെ നിർബന്ധം കൂടിയായപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്തിട്ട് കല്യാണിയെ കൊണ്ട് സമ്മതിപ്പിച്ചതാ. അങ്ങനെ പൂച്ച പുറത്തു ചാടി. ഓർമ്മയുണ്ടോ എന്തോ? അന്ന് ഞാൻ ചേച്ചിയോട് പറയാൻ പോയത് ഇതായിരുന്നു, ഈ കല്യാണത്തിന്റെ വിഷയം.
പക്ഷേ ഈ അരവിന്ദ അന്നത് സമ്മതിക്കാത്തത്. അതമ്മേ, അന്ന് തന്നെ ഞാൻ എല്ലാ സത്യങ്ങളും അമ്മയോട് തുറന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കാൻ തുടങ്ങിയതാ. അപ്പൊ അമ്മ തന്നെയാ രാജീവിനെ കണ്ടെത്തിയിട്ട് രാജീവ് പറഞ്ഞാൽ മതി കാര്യങ്ങളെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ വീണ്ടും ഒന്ന് അറച്ചു പോയതാ. മാഡം, കല്യാണി ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാ. അതിനെന്ത് ശിക്ഷ കൊടുത്താലും ഞാനും എൻ്റെ മോളും ഏറ്റുവാങ്ങാൻ തയ്യാറാ. പറഞ്ഞാ മതി. അമ്മേ വേണ്ടമ്മേ. വേണ്ടമ്മേ, കല്യാണിയുടെ കയ്യിൽ ഒരു തെറ്റുമില്ല. എല്ലാം എന്റെ കുഴപ്പാ. അവളെ വിട്ടേക്ക്. അമ്മ, അവർ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാ രണ്ടുപേരും നിർബന്ധിച്ച് ഈ ഡെമോ കല്യാണം നടത്തിച്ചത്. അതിനുള്ള ശിക്ഷ എനിക്ക് വേണം തരാൻ. കല്യാണം വിട്ടേക്കമ്മ, പ്ലീസ് അമ്മ. വേണ്ട മാഡം, മാഡം ക്ഷമിക്കേണ്ടത് വല്യുകുഞ്ഞിനോടും അനിയും കുഞ്ഞിനോടുവാ. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. മാഡത്തിന്റെ വാക്ക് പാലിക്കാൻ പറ്റാത്ത എനിക്കാണ് ജീവിക്കാനുള്ള ഒരു യോഗ്യതയില്ലാത്തത്. മാഡം എന്നെ കൊന്നു കളഞ്ഞേക്ക്. മരിക്കാൻ ഞാൻ റെഡിയാ. ശരി, മരിക്കാൻ റെഡിയാണെങ്കിൽ കൊല്ലാൻ ഞാനും റെഡിയാ, ഇപ്പൊ തന്നെ. എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കായിരുന്നല്ലേ. എന്നെ പറ്റിച്ചപ്പോ എല്ലാവർക്കും സന്തോഷമായല്ലോ. എന്നാൽ സന്തോഷിക്കണ്ട. എനിക്ക് ഈ നിമിഷം തോന്നുന്നത് ആരെയും കൊല്ലാനല്ല, വളർത്താനാ. കാരണം ഇതിലെ പ്രധാന ഉത്തരവാദികൾ എന്റെ മക്കളാ, കല്യാണിയല്ല. ഒരു ബിസിനസിന്റെ ആവശ്യത്തിന് ഒരു പ്രത്യേക നിമിഷത്തിൽ ചെയ്തു പോയ ഒരു കാര്യം. 30 വർഷമായി ബിസിനസ് നടത്തുന്ന ഞാൻ അത് മനസ്സിലാക്കണം, മനസ്സിലാക്കുന്നു. കൂട്ടത്തിൽ കൂടുതലായി മനസ്സിലാക്കുന്നത് ഈ നിൽക്കുന്ന ദാസേട്ടനെയും മകളെയുമാ. ദാസേട്ടാ, വിവാഹകാര്യം ഞാൻ അറിയുമ്പോ മകളുടെ ജീവൻ വരെ പോവുമെന്നറിഞ്ഞിട്ടും അവളെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയില്ലേ? ദാസേട്ടൻ എന്നോട് കാണിച്ച ആ വിശ്വാസത്തിന് ഞാൻ എന്ത് പകരം തന്നാലും മതിയാവില്ല. വിവാഹകാര്യം ഞാൻ അറിയുമ്പോ മകളുടെ ജീവൻ വരെ പോവുമെന്നറിഞ്ഞിട്ടും അവളെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയില്ലേ? ദാസേട്ടൻ എന്നോട് കാണിച്ച ആ വിശ്വാസത്തിന് ഞാൻ എന്ത് പകരം തന്നാലും മതിയാവില്ല. അത് മാത്രമല്ല എന്റെ ഹൃദയത്തെ സ്പർശിച്ചത്. മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന നിമിഷം പോലും തന്നെക്കുറിച്ച് ചിന്തിക്കാതെ എന്റെ ആൺമക്കളോട് ഞാൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഈ കല്യാണിയുടെ മനസ്സിന് പകരം തരാൻ ഒന്നുമില്ല എനിക്ക്. കാരണം രണ്ടുപേരും കൂടെ ഈ കുടുംബത്തിന് നൽകുന്നത് കരുതലും വിശ്വാസവുമാണ്. അതിനിയും വേണം, ഒരുപാട് നാൾ.
ദാസേട്ടാ, ഇവളെ കൂട്ടിക്കൊണ്ടുപോ. നിങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ആരോടും. ചെല്ല്.